നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ഡിസംബർ മാസം വരെയുള്ള ഒരു വർഷത്തെ പൂരോരുട്ടാതി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ചു നോക്കാം. പൂരോരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്നത് കുംഭക്കൂറിലും ശേഷം 15 നാഴിക വരുന്നത് മീനക്കൂറിലുമാണ്. അപ്പോൾ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 5ാം ഭാവത്തിലാണ് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദൈവാധീനമുണ്ട്. ഈ ഒരു വർഷത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും എല്ലാ നക്ഷത്രക്കാർക്കും 6 വർഷം ദൈവാധീനം ഉണ്ടാവും. 6 മാസം ദൈവാധീനം ഉണ്ടാവും. 6 മാസം ദൈവാധീന കുറവുള്ള സമയമായിരിക്കും എന്ന് പറയുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഈ പുരോട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 5ൽ വ്യാഴം ഉള്ളത് കൊണ്ട് ദൈവാധീനമുണ്ട്. എന്നാൽ 2ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി, 7 ശനിയുടെ ദോഷമുണ്ട്. അപ്പോൾ ശനിദോഷത്തിൻ്റെ പ്രശ്നമുള്ളത് കാരണം 2ാം ഭാവത്തിൽ ധനസ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയുള്ളത് കാരണം സാമ്പത്തിക ഞെരുക്കം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് സംസാരിക്കുന്നതെങ്കിലും കേൾക്കുന്നവർക്ക് അത് അപ്രിയമായിട്ട് തോന്നാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഏപ്രിൽ മെയ് മാസങ്ങളിൽ ലഗ്നത്തിൽ ചൊവ്വ നിൽക്കുന്ന ഒരു സമയമാണ് ഏപ്രിൽ മാസം. അതേപോലെ തന്നെ 2ാം ഭാവത്തിലേക്ക് ചൊവ്വ മാറും മെയ് മാസത്തിൽ. അപ്പോൾ ലഗ്നേ കുജേ ക്ഷേതധനു എന്ന് പറയുന്ന യോഗം ഉള്ളത് കാരണം ഏപ്രിൽ മാസം പ്രത്യേകം ശ്രദ്ധിക്കണം. ചതവ് പോലെയുള്ള പ്രശ്നങ്ങൾ, വീഴ്ച പോലെയുള്ള പ്രശ്നങ്ങൾ, തലവേദന, ഇങ്ങനെയുള്ള വിഷയങ്ങൾക്കൊക്കെ സാധ്യതയുള്ള സമയമാണ്. അതുമാത്രമല്ല മെയ് മാസമാകുമ്പോൾ ചൊവ്വയും ശനിയും കൂടിയാണ് 2ാം ഭാവത്തിൽ വരിക. അപ്പം ചെറിയ വാഗ്വാദങ്ങൾ വേണ്ടി വരിക, നന്നായിട്ട് നല്ല ബന്ധത്തിലുള്ള സുഹൃത്തുക്കളൊക്കെ അകന്നു പോകാനിട വരിക, സുഹൃത്ത് വിരോധം, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ള സമയമാണ്. എന്തായാലും ദൈവാധീനമുള്ള സമയമാണ് എന്ന് പറയുന്നത് കാരണം കൊണ്ട് വലിയ ദോഷമൊന്നുമില്ലാതെ അനുകൂലമായിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ജൂൺ മാസത്തിൽ വ്യാഴം 6ാം ഭാവത്തിലേക്ക് മാറും. അതോടുകൂടി ദൈവാധീനക്കുറവിൻ്റെ ഒരു വിഷയവും 7 ശനീൻ്റെ പ്രശ്നവും കൂടി വരുന്നതുകൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്താർച്ചന, നെയ്വിളക്ക് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ തുടർച്ചയായിട്ട് ചെയ്യണം. അതേപോലെ തന്നെ ഏപ്രിൽ മെയ് മാസങ്ങളിൽ വലിയ ദോഷങ്ങളും ശാരീരികമായ പ്രശ്നങ്ങളും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ദേവീക്ഷേത്രത്തിൽ ഗുരുതി പുഷ്പാഞ്ജലി, നെയ്വിളക്ക്, ശിവക്ഷേത്രത്തിൽ ഭാഗ്യസൂക്താർച്ചന, നെയ്വിളക്ക് മുതലായിട്ടുള്ള വഴിപാട് ചെയ്യണം. ഗണപതി ഹോമം കഴിപ്പിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള വഴിപാടൊക്കെ ചെയ്ത് നല്ല പ്രാർത്ഥനയുണ്ടെങ്കിൽ വലിയ ദോഷമില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. 6ാം ഭാവത്തിലേക്ക് വ്യാഴം വരുന്നു എന്ന് പറയുന്ന സമയത്ത് ഷഷ്ടേ മഹാബലി ബന്ധനം, നല്ല ഉദ്ദേശത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങൾ വരെ ദോഷമാകാനായിട്ട് സാധ്യതയുണ്ട്. അത് കാരണം കൊണ്ട് ശ്രദ്ധിക്കണം. എന്നാൽ നവംബർ മാസത്തിൽ 7ലേക്ക് വ്യാഴം വരും. നവംബർ ഡിസംബർ മാസങ്ങൾ വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട്. അതേപോലെ തന്നെ പുരോട്ടാതി നക്ഷത്രം അവസാനത്തെ 15 നാഴിക മീനക്കൂറാണ്. മീനക്കൂറുകാർക്ക് ജൂൺ മാസത്തിന് ശേഷം ദൈവാധീനം വർദ്ധിക്കും. അത് കാരണം ജൂൺ മാസത്തിന് ശേഷം വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ്. ജൂൺ മാസം വരെയുള്ള സമയത്ത് അത്ര ഒരു ഉത്തമം പറഞ്ഞുകൂടാ. കാരണം ജന്മശനിയാണ്, ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ. അതേപോലെ തന്നെ നല്ല ഉത്തരവാദിത്തോടുകൂടി പ്രവൃത്തിയെടുത്താലും അതിൻ്റെ പ്രതിഫലം കിട്ടുന്ന സമയത്തിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ പ്രതിഫലം കിട്ടാതിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുക, ഇങ്ങനെയുള്ള പ്രതിസന്ധികൾക്കൊക്കെ യോഗമുണ്ട്. നവംബർ മാസത്തിൽ വീണ്ടും വ്യാഴം മറയും. അത് കാരണം നന്നായിട്ട് പ്രാർത്ഥിക്കുക, നല്ല വഴിപാടുകൾ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.